അല്പസമയം മുൻപാണ് ഇടതുപക്ഷത്തിനു വേണ്ടി, പ്രത്യേകിച്ച് CPM-ന് വേണ്ടി ഘോരഘോരം ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമായിരുന്ന, ഇടതിനെ ഒന്ന് നോവിച്ചാൽ പൊട്ടിത്തെറിക്കുമായിരുന്ന റജി ലൂക്കോസ് അല്പസമയം മുമ്പാണ് ദേശീയതയ്ക്കൊപ്പം ചേർന്നത്, BJP-യിൽ അംഗത്വം സ്വീകരിച്ചത്. റജി ലൂക്കോസ് അല്പസമയത്തിനകം ജനം TV-ക്കൊപ്പം ചേരും. വലിയൊരു മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ്. ഒരു വശത്ത് BN ഹസ്കറിനെ പോലുള്ള ഇടതു നിരീക്ഷകരെ ശാസിക്കുന്നു, മുന്നറിയിപ്പ് നൽകുന്നു, കർശന നിർദ്ദേശം നൽകുന്നു CPM, ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്ന്. പക്ഷേ ഞാൻ എൻ്റെ നിലപാടിലാണെന്ന് ഹസ്കർ മറുപടി നൽകുന്നു. മറുവശത്ത് റജി ലൂക്കോസിനെ പോലെ കടുത്ത ഇടതു ചിന്താഗതിയോടെ മാത്രം പ്രതികരിച്ചിരുന്ന, ഇടതുപക്ഷത്തിൻ്റെ നെറുകേടുകൾ പോലും കൃത്യമായി പറയാൻ ശ്രമിക്കുമായിരുന്ന ഒരാൾ BJP-യിൽ ചേർന്നിരിക്കുകയാണ്. ഇടതുബന്ധം ഉപേക്ഷിച്ച് റജി ലൂക്കോസ് BJP-യിൽ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ BJP-യിലേക്ക് സ്വീകരിച്ചത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. ശാലിനി ഒപ്പം ശരിയാണ്. ശാലിനി, റജി ലൂക്കോസ് കേൾക്കുന്നവർക്ക് വളരെ അപ്രതീക്ഷിതം ആയൊരു വാർത്തയാണ്. റജി ലൂക്കോസ് ദേശീയതയ്ക്കൊപ്പം BJP-ക്കൊപ്പം ചേർന്നു എന്നത്. എന്താണ് റജി ലൂക്കോസ് പറയുന്നത്? റജി ലൂക്കോസ് നിന്നത്, പ്രവർത്തിച്ചത്, ആ റജി ലൂക്കോസ് ആണ് ഇന്ന് പുരോഗമന ആശയങ്ങൾ വെടിഞ്ഞ് ഇടതുപക്ഷത്തിനൊപ്പമുള്ള സഹയാത്രയും ആ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് അല്പസമയത്തിന് മുമ്പ് BJP-ക്കൊപ്പം, ദേശീയതയ്ക്കൊപ്പം അണിചേരാനായി എത്തിയിട്ടുള്ളത്. വികസനം മാത്രമാണ് തന്റെ ലക്ഷ്യം, ഒപ്പം വിശ്വാസമാണ് ലക്ഷ്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. റജി ലൂക്കോസ് ഇപ്പോൾ ജനം TV-ക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം കഴിഞ്ഞ 35 വർഷത്തെ റജി ലൂക്കോസ് ഇപ്പോൾ ജനം TV-ക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം കഴിഞ്ഞ 35 വർഷത്തെ ഇടത് സഹയാത്ര ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയതയ്ക്കൊപ്പം അണിചേരുന്നത്. എങ്ങനെയുണ്ട് ഈ നിമിഷം, ഈ മുഹൂർത്തം? ഞാനൊരു സ്നേഹമുള്ള ശരിയുടെ ഡെവലപ്മെൻറ്റ്സിൻ്റെ അന്താരാഷ്ട്രത്തിൽ തന്നെ ഈ രാജ്യത്തിൻ്റെ ഗ്ലാമർ ഉയർത്തിയ, സാമ്പത്തികപരമായിട്ട് ലോകത്തിലെ 4ാമത്തെ ശക്തിയായ ആക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടും അതിനെ നയിക്കുന്ന ഒരു ഭരണകൂടത്തിനോടൊപ്പം ഇനി ഉള്ള കേരളത്തിൽ ഇതായിരിക്കും ശരിയെന്ന് തോന്നി. ആ ആശയത്തോടൊപ്പം ചേരാൻ എൻ്റെ മനസ്സ് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വന്നു. ഇനി അങ്ങോട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശബ്ദമായി എനിക്ക് വരാൻ പറ്റുമെങ്കിൽ എൻ്റെ ശബ്ദങ്ങൾ അതിനോട് ചലിക്കും. ഞാൻ പുതിയ തലമുറയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെൻ്റെ ഡിബേറ്റുകൾ കാണുന്ന ആർക്കും അറിയാം. ആ തലമുറയുടെ മാറ്റിക്കൊണ്ട്, ആ തലമുറയ്ക്ക് ഒന്നും കൊടുക്കാതെ കൊണ്ട് ഇപ്പോഴത്തെ ഈ തമ്മിലടി ശരിയില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരുടെ പക്ഷത്തേക്ക് എനിക്ക് ഇതുമായിട്ട് ചേരാണ്ട് ജോയിൻ ചെയ്ത നിമിഷം പോലെ എനിക്ക് കിട്ടുന്നില്ല വളരെ സ്നേഹമാണ്. അപ്പോൾ നല്ല സ്നേഹമുള്ള ഒരു പറ്റം മനുഷ്യരോടൊപ്പം ചേർന്നു. എന്നെ അവർ വളരെ സ്നേഹത്തോടുകൂടി ഹാർദമായിട്ട് അവർ സ്വാഗതം ചെയ്തു. അവർ പറയുന്ന രീതിയിലുള്ള, പാർട്ടി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളോട് ഞാൻ മുന്നോട്ട് പോകും. കഴിഞ്ഞ 35 വർഷം, അതിലേറെ കാലവും CPM-ന് വേണ്ടിയും ഇടതുപക്ഷത്തിന് വേണ്ടിയും ചാനൽ ചർച്ചകളിൽ വാദിച്ചു. അപ്പോൾ കുറച്ച് താമസിച്ചു പോയോ ഇങ്ങോട്ടേക്ക് വരാൻ? ഇല്ല, അങ്ങനെയുള്ള തോന്നലൊന്നും എനിക്കില്ല. താമസിച്ചു പോയെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ഞാൻ CPM എന്നുള്ള രാഷ്ട്രീയ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനൊപ്പം ഒരു സഹയാത്രികനായി ഞാൻ എഴുതുകയും ചാനലിൽ സംവാദങ്ങളിൽ ഏർപ്പെടുകയും പ്രോഗ്രാംസ് ടെലിവിഷൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴും എനിക്ക് യാതൊരു അസംതൃപ്തിയും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ആശയം അന്ന് അതിനോടൊപ്പമായിരുന്നു. പക്ഷെ കാലക്രമേണ എൻ്റെ യാത്രകളിലൂടെയും ഞാൻ കണ്ട രാജ്യത്തിൻ്റെ വികസനവും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നാടിനോട് ചെയ്യുന്ന കമ്മിറ്റ്മെൻറ്റും എല്ലാം നോക്കിയപ്പോൾ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും നമ്മൾ യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഒപ്പം സഞ്ചരിക്കുന്നവരാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെകളിലേക്ക് നോക്കി അല്ലെങ്കിൽ പുറകോട്ട് ചിന്തിക്കുന്നവർ ഒരിക്കലും മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി ശരിയെന്ന പക്ഷത്തേക്ക് പോകാൻ തോന്നി. ഞാൻ ഇതുവരെ നിന്ന എൻ്റെ പ്രസ്ഥാനത്തിനോട് ഞാൻ നീതിയെ കാണിച്ചിട്ടുള്ളൂ, ഒരു അനീതിയും കാണിച്ചിട്ടില്ല. ഇന്നു മുതൽ മാറ്റം എന്ന വാക്ക് മാത്രമേ മാറാതെ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും മാറ്റമുണ്ടെന്ന് പറഞ്ഞ് കാറൽ മാർക്സാണ്. ആ മാറ്റം ഞാൻ ഉൾക്കൊണ്ട് BJP വന്നു. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നേരത്തെ BJP-യിലുണ്ടായിരുന്നു, ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം യാത്ര ചെയ്യുന്നു. തരിച്ചില്ലാണ്, മറ്റു യാതൊരു മോഹവുമില്ല. ശരിയിലേക്ക് വന്നു എന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലം തെറ്റിൻ്റെ ഒപ്പമാണ് സഞ്ചരിച്ചതെന്നൊരു വിലയിരുത്തലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു? എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ ചോദ്യം വളരെ തന്ത്രപരമായ ചോദ്യമാണ്. ഞാൻ ഇന്നലെ വളരെ തെറ്റിയതൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ശരിയുടെ പക്ഷം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് വന്നേ. ഇപ്പോൾ കാലത്തനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണെന്ന് തോന്നിയപ്പോൾ അതിന് പറ്റിയ പാർട്ടി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിമല അടക്കമുള്ള വിഷയം എന്താണ് ആ വിഷയത്തിൽ താങ്കളുടെ, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പറയണം, ആ വിഷയം എങ്ങനെ അവർക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ശബരിമല വിഷയത്തിൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചവർ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളാണെങ്കിലും അതിൻ്റെ മെമ്പർമാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവർ തെറ്റിയെന്നുള്ള വളരെ വിസിബിളായിട്ടുള്ള കാര്യമാണ്. അത് കേരളത്തിലെ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നെപ്പോലും സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയൊന്നുമല്ല. ഞാൻ ശബരിമല യാത്ര ചെയ്തിട്ടുള്ള കൗതുകത്തിൻ്റെ, ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ. അത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളൊരു വളരെ വസ്തുതാപരമായ കാര്യമാണ്. ആ സ്വാധീനം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ മാറ്റത്തിൻ്റെ അടിസ്ഥാനം, ഞാൻ കുറേ നാളുകളുടെ ആശയമായിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മാറിയതാണ്. ആ ഒരു സ്നേഹമുള്ള പക്ഷത്തേക്ക് ഞാൻ മാറിയതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് പോകുന്നുണ്ട്. അല്ലാതെ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം, ഞാനിതുവരെ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഞാൻ അവരുടെ ഒരു ഭാരവാഹത്തിൽ നിന്നിട്ടില്ല. ഒരു പാർട്ടി മെമ്പറായിട്ട് കേവലം 7 വർഷമായിട്ടുള്ളൂ. ഒരു സാധനം കിട്ടാത്തതിൻ്റെ പേരിലും വന്നതല്ല. ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, നോ, തീരുമാനം നമ്മൾ ഉറച്ചത്. ഇനി ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്നു. വേറെ ഒരു യുദ്ധത്തിനോ ഞാനിതുവരെ മനസ്സുകൊണ്ട് സ്നേഹിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറല്ല. ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഞാൻ സഞ്ചരിക്കും. അതിനി ഒരു മാറ്റവും, അതിൽ യാതൊരു തർക്കമില്ല. ഫോർ അവർ ഇതിനു മുമ്പ് ഞാൻ വേറെ ഈ ഇടതുപക്ഷം അല്ലാണ്ട് വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല. എൻ്റെ സ്കൂളിംഗ് മുതൽ ഞാൻ ഈ ആശയക്കാരനായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ BJPക്കൊപ്പമാണ്, ദേശീയതയ്ക്കൊപ്പമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് കഴിഞ്ഞ 35 വർഷം അവർക്കൊപ്പം പ്രവർത്തിച്ചു, അവർക്കൊപ്പം നിന്നു, മറ്റൊരു രാഷ്ട്രീയ കക്ഷിയെ പോകുന്നതൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വികസനത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം ചേരണമെന്ന് തനിക്ക് തോന്നി. ശരിയുടെ ഭാഷ, ശരിയുടെ പാർട്ടി അത് BJP ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJPയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മുതിർന്നൊരു മാധ്യമപ്രവർത്തകൻ, സംവാദകൻ ഒക്കെയായ റെജി ലൂക്കോസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അല്ലാതെ സ്ഥാനമാനങ്ങൾ നോക്കിയല്ല BJPക്കൊപ്പം ചേർന്നത് എന്നുള്ളതാണ് കൃഷ്ണരാജ് ഈ ഘട്ടത്തിൽ റെജി ലൂക്കോസ് പറയുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ CPMന് വീഴ്ചയുണ്ടായിട്ടുണ്ട്, തെറ്റുകാർക്ക് കൃത്യമായ ശിക്ഷ വേണമെന്നുള്ള സൂചനയും കാര്യവുമാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതായത് ശബരിമല വിഷയം നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടി CPMനുണ്ടായി. ഇനിയിപ്പോൾ നിയമസഭാ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ 35 വർഷം അദ്ദേഹത്തോടൊപ്പം അവർക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി BJPയുടെ ഭാഗമാകുന്നത്. ദേശീയതയ്ക്കൊപ്പം വികസനത്തിനൊപ്പം ശരിയായ ഭാഷയിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു ദിവസം ഉണ്ട്. എന്തായാലും 35 വർഷത്തെ ഇടതുപക്ഷ ജീവിതം, ഇടത് സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് ഔദ്യോഗികമായി BJP അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. കൃഷ്ണരാജ്. ഏതായാലും ഈ വാർത്ത കാണുമ്പോൾ ഷൈജു ദാമോദരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചപ്പോൾ പറഞ്ഞ ആ വാക്ക് പ്രയോഗിക്കാൻ തോന്നുന്നു. നിങ്ങളിത് കാണുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി, CPMന് വേണ്ടി വളരെ കടുത്ത നിലപാടെടുത്ത് സംസാരിച്ചയാൾ, ദേശീയത വളരെ പ്രധാനപ്പെട്ടതാണ്, സ്നേഹിക്കുന്നവർക്കൊപ്പം ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റെജി ലൂക്കോസ് പറയുന്നത്. നോക്കൂ, മാറാത്തതിനി മാറും എന്ന് രാജീവ് ചന്ദ്രശേഖറും സംഘവും പറഞ്ഞത് വെറുതെയല്ല എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇത് മാറുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനി.